നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ തീരുമാനങ്ങൾ രാജ്യത്തിന് വേണ്ടി എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യമാണ്. ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു ഉപഭോക്താവായിരുന്ന ഇന്ത്യയെ ആയുധങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യാപാരിയാക്കി മാറ്റുന്നത് നരേന്ദ്രമോദിയുടെ ആ ധൈര്യവും ഇച്ഛാശക്തിയും കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്തോനേഷ്യയുമായിട്ട് വളരെ പ്രധാനപ്പെട്ട കരാറുകളിലേക്കാണ് ഇന്ത്യ പോയത്. അതില് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര മിസൈൽ വാങ്ങാനുള്ള കരാറിൽ ഇന്തോനേഷ്യ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ഇന്തോനേഷ്യയിലെ പ്രമുഖ പ്രതിരോധ കമ്പനിയായിട്ടുള്ള റിപ്പബ്ലിക് കോർപ്പും ചേർന്നുകൊണ്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അസ്ത്ര മിസൈലിന് ലഭിക്കുന്ന ആദ്യത്തെ വിദേശ കയറ്റുമതി ഓർഡർ കൂടിയാണിത്. ബ്രഹ്മോസ് മിസൈൽ കരാർ നേരത്തെ തന്നെ ധാരണയായതാണ്. ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയവും ബ്രഹ്മോസ് എയ്റോസ്പേസും തമ്മിൽ ഔദ്യോഗികമായ വാണിജ്യ കരാറിലും ഇന്നലെ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ നിന്ന് 2 ബ്രഹ്മോസ് ബാറ്ററികൾ വാങ്ങാനാണ് ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യ കരാറിൽ ഒപ്പുവെച്ചത്. ഇതിൽ മിസൈലുകൾക്ക് പുറമെ മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചറുകളും പ്രത്യേക റഡാർ ഗൈഡൻസ് സംവിധാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഫിലിപ്പീൻസിന് ശേഷം ബ്രഹ്മോസ് വാങ്ങുന്ന 2ാമത്തെ ആസിയാൻ രാജ്യമാണ് ഇന്തോനേഷ്യ. എല്ലാവരും വിചാരിച്ചത് ബ്രഹ്മോസ് മാത്രമായിരിക്കും കരാറ് എന്നായിരുന്നു. പക്ഷെ അസ്ത്ര മിസൈലിന്റെ കരാറ് കൂടി ഉണ്ടായതോടെ ഇന്ത്യയുടെ ഒരു ആയുധം കൂടി ഇന്റർനാഷണൽ ലെവലില് വലിയ ചർച്ചയായിട്ട് മാറുകയാണ്. ഇതിനു പുറമെ സുപ്രധാനപ്പെട്ട ഒരു കരാർ കൂടി ഉണ്ടായി. അത് സുമാത്ര ദ്വീപിനടുത്തുള്ള തന്ത്രപ്രധാനമായ സബാങ് ആഴക്കടൽ തുറമുഖം ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് സംയുക്തമായി വികസിപ്പിക്കുന്നതിനുള്ള അന്തിമ രൂപം പദ്ധതികൾക്ക് നൽകിയതാണ്. ഇത് വളരെ പ്രധാനമാണ്. ഈ മലാക്ക കടലിടുക്കിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 2 രാജ്യങ്ങളാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് കടലിടുക്കിനടുത്തായി കിടക്കുന്നത് എങ്കിൽ ഇന്റോനേഷ്യയുടെ സുമാത്ര അടക്കമുള്ള ദ്വീപ് സമൂഹമാണ് ഈ മലാക്ക കടലിടുക്കിനടുത്തായിട്ട് കിടക്കുന്നത്. സോ ഇവിടെയുള്ള പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ എന്ന നിലയിൽ വളരെ നേരത്തെ തന്നെ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ സംയുക്തമായിട്ട് സഹകരിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റങ്ങൾ തടയാൻ അല്ലെങ്കിൽ കടൽ കൊള്ളകൾ തടയാനായിട്ട് ചൈനീസ് അധിനിവേശ ശ്രമങ്ങളെ ചെറുക്കാനൊക്കെ ആയിട്ട് നേരത്തെ തന്നെ ഇന്തോനേഷ്യയും ഇന്ത്യയും സഹകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്തോനേഷ്യയുടെ പ്രതിരോധ രംഗത്ത് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു നിർണായക പങ്കാളിയായിട്ട് അവർ ഇന്ത്യയെ ചൂസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ഫ്രാൻസുമായും ഇസ്രായേലുമായും റഷ്യയുമായിട്ടും ബന്ധമുണ്ടാക്കിയതുപോലെ ഇന്തോനേഷ്യ ഇന്ത്യയുമായി ബന്ധമുണ്ടാക്കുകയാണ്. കൂടുതൽ ആസിയാൻ രാജ്യങ്ങൾ ഇതേ തുടർന്ന് ഇന്ത്യയുമായിട്ട് ആയുധ ഇടപാടുകൾക്ക് മുന്നോട്ട് വരും. ആസിയാൻ രാജ്യമായിട്ടുള്ള ഫിലിപ്പീൻസും ഇന്തോനേഷ്യയും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങുന്നതോടെ കൂടുതൽ രാജ്യങ്ങൾക്ക് ധൈര്യമായി തന്നെ ഇന്ത്യയുമായി സഹകരിക്കാൻ കഴിയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മിനറൽസിന്റെ കാര്യമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കും പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും ആവശ്യമായിട്ടുള്ള നിക്കൽ ഉൾപ്പെടെയുള്ള നിർണായക ധാതുക്കളുടെ വിതരണത്തിനായിട്ട് പുതിയ പങ്കാളിത്തം ഇന്ത്യയും ഇന്തോനേഷ്യയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീല്, റെയർ എർത്ത് മാഗ്നറ്റുകൾ എന്നിവയുടെ നിർമ്മാണ മേഖലകളിലും പുതിയ കരാറുകൾ ഉണ്ടായിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു കൂട്ടുകെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത സാംസ്കാരിക ബന്ധമുള്ള ഇന്തോനേഷ്യ ഈ കാലത്ത് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കുന്നത് ചൈനീസ് കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ദക്ഷിണ ചൈന കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന നടത്തുന്ന ഏകപക്ഷീയമായ അവകാശവാദങ്ങളും നാവിക സാന്നിധ്യവും ഇന്തോനേഷ്യക്ക് എന്നും ഒരു തലവേദനയാണ്. ഇന്ത്യയോടൊപ്പം കൂടുന്നതിലൂടെ ഇന്തോനേഷ്യ ചൈനയെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് ചെയ്യുന്നത്. സ്വന്തം സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കാൻ സ്വന്തം സൈന്യത്തെ ആധുനികവൽക്കരിക്കുമ്പോൾ ഇന്തോനേഷ്യ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രതിരോധ പങ്കാളിയായി കാണുന്നത് അവരുമായി സാംസ്കാരികമായി അടുത്തു നിൽക്കുന്ന ഇന്ത്യയെ തന്നെയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായിട്ട് 2 രാജ്യങ്ങളുടെ നാവികസേനകൾ പട്രോളിങ്ങും പരിശീലനങ്ങളുമൊക്കെ മലാക്ക കടലിടുക്കിന്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ ഏഷ്യയിലെ ഒരു പ്രമുഖ ശക്തിയായ ഇന്ത്യയിൽ നിന്ന് മിസൈലുകളും മറ്റ് യുദ്ധ സാമഗ്രികളും വാങ്ങുന്നത് തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ഇന്തോനേഷ്യ കരുതുന്നുണ്ട്. ഒപ്പം പ്രതിരോധ സാങ്കേതിക വിദ്യകൾ പരസ്പരം കൈമാറാനും സംയുക്തമായി ആയുധങ്ങൾ നിർമ്മിക്കുവാനുമുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വെറും സൗഹൃദത്തിനപ്പുറം ഇരു രാജ്യങ്ങളുടെയും നിലനിൽപ്പിനും സുരക്ഷയ്ക്കും അനിവാര്യമായ തന്ത്രപ്രധാന സഖ്യമായിട്ടാണ് ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം ഇപ്പോൾ മാറുന്നത്. ആഗോള വ്യാപാരത്തിന്റെയും ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെയും 80% കടന്നു പോകുന്ന മലാക്ക കടലിടുക്കിന്റെ 2 വശങ്ങളിലായിട്ടുള്ള ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിക്കുന്നത് തീർച്ചയായിട്ടും ചൈനയ്ക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനയുടെ എല്ലാത്തരം സമ്മർദ്ദങ്ങൾക്കും മിക്കവാറും അറുതി വരാനും ചാൻസ് ഉണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ ഇന്തോനേഷ്യയിലെ ഒരു തുറമുഖം കൂടി ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് ഡെവലപ്പ് ചെയ്യുന്നത്.
ആഗോള ആയുധ വിപണിയിലെ വൻ കുതിപ്പാണ് ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. $600 മില്യൺ ഇടപാട്. ഇതിൽ അസ്ത്ര മിസൈലിന്റെ ഇടപാട് വളരെ പ്രധാനമാണ്. നേരത്തെ ഇന്ത്യ ഏറ്റവും അധികം വിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ പിനാക്ക റോക്കറ്റ് സിസ്റ്റം, മറ്റൊന്നെന്ന് പറയുന്നത് ആകാശ് മിസൈൽ സിസ്റ്റമാണ്. അതോടൊപ്പം ബ്രഹ്മോസ്, ഇത് വളരെ പോപ്പുലറായ ഇന്ത്യൻ ആയുധങ്ങളാണ്. ഈ കൂട്ടത്തിലേക്ക് ഇപ്പോൾ അസ്ത്ര മിസൈൽ കൂടി വരികയാണ്. ഒരു രാജ്യം ട്രസ്റ്റ് ചെയ്ത് ഇന്ത്യയുടെ ഒരു എയർ ടു എയർ മിസൈൽ വാങ്ങുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റ് രാജ്യങ്ങൾ ഇതിന്റെ കാര്യശേഷിയെക്കുറിച്ച്, ഇതിനെന്തുമാത്രം കഴിവുണ്ട്, എത്ര മികച്ചതാണ് ഈ ആയുധം എന്നതിനെ കുറിച്ചൊക്കെ ഗൗരവമായി തന്നെ പരിശോധിക്കും. അപ്പോൾ കൂടുതൽ ഓർഡറുകൾ ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യും. ഇന്ത്യയെ ചുറ്റി വരിയാൻ ശ്രമിച്ച ചൈനയ്ക്ക് ചുറ്റും ശക്തമായ ഒരു പ്രതിരോധ കവചമാണ് ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. ദക്ഷിണ ചൈന കടലില് ചൈനയുടെ അധിനിവേശ ഭീഷണി നേരിടുന്ന വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ പ്രതിരോധ സഖ്യമുണ്ടാക്കുന്നത് ഏഷ്യയിലെ ശക്തി സന്തുലനം നിലനിർത്താൻ സഹായിക്കും. ചൈന ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്ന സ്ട്രിംഗ് ഓഫ് പേൾസിന് പകരമായിട്ട് ചൈനയുടെ നെഞ്ചിൽ റീത്ത് വെച്ചുകൊണ്ട് ഇന്ത്യ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ കൂടെ നിർത്തുകയാണ്. ഇത് തീർച്ചയായും വളരെ മികച്ചൊരു നീക്കമാണ്, തീരുമാനമാണ്. ഇന്ത്യയുടെ UPI അടക്കം ഇന്തോനേഷ്യൻ പേയ്മെന്റ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യൻ ടെക്നോളജി ലോകമൊട്ടാകെ വ്യാപിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമവും കൂടി ഇവിടെ പ്രകടമാണ്. ശരിക്കും നരേന്ദ്രമോദി ചെയ്യുന്നത് ഇന്ത്യൻ ആയുധങ്ങൾ, ഇന്ത്യൻ ടെക്നോളജി അടക്കം സകലതും ലോക രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യയുടെ ഒരു മേധാവിത്വം ഉറപ്പിക്കുക കൂടിയാണ്. അമേരിക്കയും ചൈനയും നേരത്തെ എൻജോയ് ചെയ്തിരുന്ന ഒരു ലെവലിലോട്ടാണ് പതിയെ ഇന്ത്യയും നടന്നു നീങ്ങുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.